പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ എന്നെ ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇഗ്നൈറ്റ് ദ ഹോം മിനിസ്ട്രിയുടെ പേരിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഈ പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി തീരുവാൻ അവിടെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പകൽക്കാലത്തെ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണം. ആരെങ്കിലും കർത്താവിൻ്റെ സ്വീകരിക്കുവാൻ കഴിയാതെ കഴിഞ്ഞ നാളിലായിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലത്തെ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ജനത്തിനും കർത്താവെ അവിടുത്തെ നാമത്തിനും അത് മഹത്വമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. നാം വായിച്ച ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം ഇതിൻ്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ നാം അധികാരം ലഭിച്ചവരാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, പാപികളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു, ആ പാപികളിൽ പ്രധാനി ഞാനായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്, പുതിയ നിയമത്തിൽ പല ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് എഴുതുവാൻ കാരണമായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം ഒരു വലിയ സാക്ഷ്യമാണ്. ഇന്നും തലമുറയായി നൂറ്റാണ്ടുകൾക്ക് ശേഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, 2000 വർഷത്തിന് ശേഷവും അതൊരു വലിയ അത്ഭുതകരമായി നിൽക്കുന്നു. ഇന്നും ആര് അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം പഠിച്ചാലും അദ്ദേഹം ഒരു അത്ഭുത വിഷയമായി മാറുകയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിതം നയിക്കുവാൻ അദ്ദേഹം തയ്യാറായി തീർന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് അത് ഒരു സിമ്പിൾ അല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു കാര്യമാണ് എന്ന് നാം ചിന്തിക്കുന്നെങ്കിലും അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടായി. നാം പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ വായിച്ച് പഠിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിനെ കണ്ടുമുട്ടിയവരും യേശുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുന്നവനിൽ വിശ്വസിക്കുക. നമുക്കറിയാം, ലോകത്തിൽ അനേക സ്ഥലങ്ങളുണ്ട് പാപമോചനത്തിനായിട്ട് അല്ലെങ്കിൽ പാപപരിഹാരത്തിനായിട്ട് ജനം കടന്നു പോകുന്ന സ്ഥാനങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ, വിശുദ്ധമായി പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ. അവിടെയൊക്കെയും കടന്നു പോയിട്ട് പിന്നെയും നിരാശയിൽ ജീവിക്കുന്നവരെ ഞാൻ കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ പോയി ചില കാര്യങ്ങൾ, പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പക്ഷെങ്കിൽ താൽക്കാലികമായ ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു മാനസിക സംതൃപ്തിയോ ലഭിച്ചു എന്നതിൽ കവിഞ്ഞ് ഒരു പരിപൂർണമായ ഒരു സമാധാനം ലഭിക്കുവാൻ ഇതുവരെയും സാധിച്ചില്ല എന്ന്
പലരും എന്നോട് പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുണ്ട്. പക്ഷെങ്കിൽ വേദപുസ്തകം നമ്മോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പല ആളുകളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്ന് സമൂഹത്തിൽ ആരും അംഗീകരിക്കാത്ത വ്യക്തികൾ, കഠിനന്മാരെന്ന്, കഠിന ഹൃദയമുള്ളവരെന്ന് സമൂഹം മുദ്രകുത്തിയവർ, സീൽ ചെയ്തവർ, അവരൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അവരൊക്കെയും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ദിവസം അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടായി. അതിലൊരു വ്യക്തിയായിരുന്നു സക്കായി എന്ന ചുങ്കക്കാരൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർ ഓർ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹമായിരുന്നു കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു പ്രധാനികളിൽ ഒരു വ്യക്തിയായിരുന്നു. ആ പട്ടണത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു സക്കായി. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയ ദിവസം അവൻ്റെ ജീവിതം മാറിമറിഞ്ഞു. ലോകം അത്ഭുതപ്പെടത്തക്ക രീതിയിൽ സക്കായി ഒരു അനുഗ്രഹമായി മാറി. കർത്താവ് സക്കായി കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സക്കായിയെ, നീ വേഗം മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരേണ്ടതിന്, നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതിന് നീ എന്നോട് ഇറങ്ങി വാന്നു. സക്കായി അത്ഭുതപ്പെട്ടു പോയി. ഈ അത്ഭുത മനുഷ്യനെ കാണാൻ ഒരു മരത്തിൽ കയറിയിരുന്ന വ്യക്തിയായിരുന്നു സക്കായി. പക്ഷെങ്കിൽ ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പൊ സക്കായിയുടെ കുടുംബം, സക്കായി പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒത്തിരി പേരോട് അന്യായമായിട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പീഡിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ പ്രസ് ചെയ്ത്, അവരെ വല്ലാതെ ദണ്ഡിപ്പിച്ച് ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെയും ഇരട്ടിയായി ഞാൻ മടക്കി കൊടുക്കുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം. നാം ഏത് കഠിന ഹൃദയമുള്ളവനാണെങ്കിലും, എത്ര പാപത്തിൽ ജീവിച്ചാലും, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അതൊക്കെയും മാഞ്ഞു പോകുന്നതായിട്ട് കാണും. എല്ലാ പാപങ്ങളെയും മോചിച്ച് നമ്മെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന പലരെയും നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ദൈവനാമ മഹത്വത്തിനായിട്ട് പലരെയും ദൈവം വേർതിരിച്ചു. ദൈവനാമ മഹത്വത്തിനായിട്ട് പലരെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. അപ്പൊ വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ആമേൻ, സ്തോത്രം, ലോകത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആകയാൽ സഹോദരന്മാരെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആ ദിവസം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ചാണ് കർത്താവ് യേശുക്രിസ്തുവിനെ ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ, അല്ലെങ്കിൽ ഒരു അസാധാരണമായ ഒരു കൂടിക്കാഴ്ച ദൈവവുമായിട്ട് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിനുണ്ടായി. അന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും, അതാണ് പൗലോസ് പറയുന്നത്, അന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും എന്തിനു കാരണമായി തീർന്നു? സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക്. അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. അനേകർക്ക് പാപമോചനം ലഭിപ്പാൻ ഇടയായി തീർന്നു. അനേകരുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീർന്നു. അതാണ് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. കർത്താവിനെ അറിയുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. ഇതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ, നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ സമാധാനമില്ല, അല്ലേ? എത്രയോ സമാധാന ചർച്ചകൾ, ഉടമ്പടികൾ
ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ചില നാളുകൾക്ക് ശേഷം, അല്ലെ ചില വർഷങ്ങൾക്ക് ശേഷം അതൊക്കെയും ഇൻവാലിഡായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന് ഒരു നിയമസാധ്യത ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അതിൽ നിന്ന് പിന്മാറുകയോ, അല്ലെ രണ്ട് കൂട്ടരും അതിൽ നിന്ന് പിന്മാറുകയോ, പിന്നെ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാനിടയായി തീരും. എങ്കിലും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള എല്ലാ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, എല്ലാ ഇടപാടുകളിലും അതിനൊരു ദൈവികത്വമുണ്ട്. കാരണം അവൻ ദൈവപുത്രനാകുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ പ്രതിപാദിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല എന്ന ഒരു ഗ്യാരണ്ടി അവിടെ തരികയാണ്. അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുവാൻ വേണ്ടി ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച ആ പിതാവിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര സ്നേഹമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി യാഗമായി നൽകിയവൻ, തൻ്റെ മരണ പുനരുദ്ധാനത്തോടുകൂടെ നമുക്ക് നിത്യത ലഭിച്ചു. തൻ്റെ മരണത്തോടുകൂടെ നമ്മുടെ പാപങ്ങൾക്കെല്ലാമായി പരിഹാരമായി തൻ്റെ ജീവനെ യാഗമായി സമർപ്പിച്ചു. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ കാരണമായി തീർന്നു. പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുക മാത്രമല്ല, താൻ ചൊരിഞ്ഞ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ കഴുകുകയും ആ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങുകയും ചെയ്തു. പ്രിയരെ, എത്ര സ്നേഹമാണ് ദൈവം നമുക്ക് വേണ്ടി കാണിച്ചത്. സ്വന്തം പുത്രനെ നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? നമുക്ക് എന്തെങ്കിലും വിലയേറിയ ഒരു കാര്യം നമ്മുടെ കുടുംബജീവിതത്തിൽ വിവാഹിതരായി കുഞ്ഞുങ്ങളുള്ളവരോട് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയും, തലമുറ. പ്രവാചകനായ മോശ ഒരിക്കൽ ഇങ്ങനെ എഴുതി: ദൈവമേ, തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാകുന്നു. അപ്പൊ തലമുറകളോട് കരുണ കാണിക്കുന്ന ഒരു പിതാവ് തൻ്റെ രൂപസാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ച് നമ്മെ അതുപോലെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് തൻ്റെ രൂപസാദൃശ്യത്തിൽ മാനവരാശിയെ സൃഷ്ടിച്ചത്. അപ്പോൾ അത്ര സ്നേഹമാണ്. ആ സ്നേഹത്തെ കാണിക്കുന്ന വാക്യമാണ് ഇവിടെ പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, സോ ലവ്ഡ് ദ വേൾഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാം: കണ്ടമാനം നമ്മളെ അങ്ങ് സ്നേഹിച്ചു. അതുകൊണ്ട് ഏറ്റവും വിലയേറിയതിനെ നമുക്ക് വേണ്ടി യാഗമായി നൽകി നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം ലഭിക്കുകയാണ്. നാം അധികാരമുള്ളവരായി മാറുകയാണ്. നമ്മുടെ സ്റ്റാറ്റസൊക്കെ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. നാം ഒരു പുതു സൃഷ്ടിയായി മാറുകയാണ്. രൂപാന്തരം പ്രാപിക്കുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കണ്ടവർ ഇപ്പോൾ നമ്മെ കാണുമ്പോൾ എന്തോ ഒരു വ്യത്യാസം ഈ വ്യക്തിയിലുണ്ടല്ലോ. എന്താണ് ഈ മനുഷ്യനുള്ള പ്രത്യേകത?
കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തൊരു കാര്യം ഒരു 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 കാര്യമായിരുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ വലിയ രൂപാന്തരമുണ്ടാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന പല മേഖലകൾ ഒരു പക്ഷേ കാണുമായിരിക്കാം. നിങ്ങളെക്കൊണ്ട് പലപ്പോഴും എനിക്കിത് വേണ്ട, ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് മറ്റുള്ളവരെ പോലെ മാന്യമായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് രുചിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ യേശുവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. ഈ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാക്കുവാൻ കാരണമായി തീരും. നന്മകൾ എന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾ ഏറ്റവും വലിയ പണക്കാരനായി തീരും, അല്ലെങ്കിൽ വലിയ പദവിയിൽ എത്തിച്ചേരും എന്നൊന്നുമല്ല പറയുന്നത്. അതൊക്കെയും ദൈവത്തിൻ്റെ നീതിയാണ്. അത് സമയാസമയങ്ങളിൽ തക്ക സമയത്ത് ദൈവം അത് നിവർത്തിച്ചു തരും. ദൈവമക്കൾക്ക് എല്ലാ നന്മകളും അവകാശപ്പെട്ടതാണ്. പക്ഷെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ എഫേർട്ട് ആവശ്യമെന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, അവൻ നമ്മോട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം ഒരു അനുഗ്രഹമായി മാറും. നമുക്ക് തന്നെ തോന്നും, നമുക്ക് തന്നെ നമ്മുടെ ശരീരാത്മദേഹികളിൽ അത് പ്രകടമായി അത് വെളിപ്പെട്ട് വരും. പ്രിയരെ, കർത്താവിനെ പിൻപറ്റിയ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം പിന്നീടുള്ള കാലത്ത് വളരെ കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരിന്നും അവരുടെ പേരുകൾ എല്ലാവരും ഓർക്കത്തക്ക രീതിയിൽ അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ ആ അന്നത്തെ മത നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയം മത നേതൃത്വങ്ങൾ വിചാരിച്ചു, ഇതോടുകൂടെ ഈ ഒരു പ്രസ്ഥാനം തീർന്നു, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഈ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ എല്ലാ പ്രവൃത്തിയും അവസാനിച്ചു എന്ന്. സത്യത്തിൽ അത് അവർക്ക് പറ്റിയ ഒരു വലിയ തെറ്റായ ധാരണയായിരുന്നു. അവർ ചിന്തിച്ച രീതി വളരെ തെറ്റിപ്പോയി. കർത്താവിൻ്റെ മരണത്തോടുകൂടെ വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടുകൂടി ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചു. അവർ അനേകർക്ക് അനുഗ്രഹമായി തീർന്നു, അനേകർ പാപമോചിതരായി തീർന്നു, അനേകർ രോഗസൗഖ്യം പ്രാപിച്ചവരായി തീർന്നു, അനേകർ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇതൊക്കെയും കർത്താവിനെ സേവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ഈ ലോകത്തിൽ വെച്ച് ലഭിക്കുന്ന നന്മ അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവുമായി നിത്യതയിൽ വാഴുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു ഇച്ചിരൂടെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ പോലും അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ഉൾക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു അനുഗ്രഹമായി തീരും. നാം ആയിരിക്കുന്ന പട്ടണങ്ങളിലൊക്കെയും നമുക്ക് ഒരു മാന്യമായ, മറ്റുള്ളവർ കാണുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ നടപ്പ്, ആ വ്യക്തിയുടെ സംസാര രീതി എല്ലാത്തിലും ഒരു വ്യത്യാസമുണ്ടല്ലോ, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണെന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീരും. ആ ഒരു ഘട്ടത്തിലേക്ക് വളരുവാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളൊക്കെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, ആയിത്തീരുവാൻ നമുക്ക് ഇടയായിത്തീരും. അങ്ങനെ വരുമ്പോഴാണ് ഹല്ലേലൂയ നാം ഒരു അനുഗ്രഹമായി തീരുന്നത്. ഈ ദിവസങ്ങളൊക്കെയും അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ. എപ്പോഴും മനസ്സൊരുക്കമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയക്കുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിൽ കൂടെയും
ജനത്തോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിച്ചു. അപ്പോഴൊക്കെയും അവര് മറുതലിച്ച് അവർ പിൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ. അവരെ ദൈവം പല രീതിയിൽ കൂടെ, നന്മകളിൽ കൂടെ നയിച്ചു. പല രീതിയിൽ അവരെ അനുസരണം പഠിക്കുവാൻ, അനുസരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയൊക്കെയും അവർ ദൈവത്തോട് മറുതലിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ മറുതലിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം കൂടെ ഉണ്ടായിരുന്നു. അവരായിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെയും, അവരും അവരുടെ തലമുറകളും അനുസരിച്ച എല്ലാവരുമാണ് പിന്നീട് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം എടുത്തുയർത്തിയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതം മാറി മറിയും. അതൊരു അനുഗ്രഹമായി തീരും. എപ്പോഴും നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ് അനുഗ്രഹം. ആർക്കും അനുഗ്രഹം വേണ്ടാത്ത എനിക്ക് വേണം, ഇല്ലേ? നാം എല്ലാവരും അനുഗ്രഹിക്കണം. ആരെങ്കിലും മനസ്സിൽ പറയും, ഞാനങ്ങ് നശിച്ചു പോകട്ടെ. അങ്ങനെ ആരും പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവരുടെ മനസ്സിൽ നിരാശയുണ്ട്. അവർക്കൊരു പ്രത്യാശയില്ല, അവർക്കൊരു പ്രതീക്ഷയില്ല വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു പ്രതീക്ഷയില്ലാത്ത വ്യക്തികളാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൊന്ന് വിശ്വസിച്ചാട്ടെ, നിനക്ക് നിൻ്റെ പ്രതീക്ഷകളൊക്കെയും പ്രത്യാശയുണ്ടാകും, ഒരു ഹോപ്പ് ഉണ്ടാകും. വളരെ മഹാന്മാരായ മനുഷ്യരെ, അവരുടെ ചരിത്രമൊക്കെ നാം പഠിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇല്ലേ? നാളെ ഞാൻ ഈ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ചിന്തിക്കുന്നത് സംഭവിക്കും. നല്ലൊരു നാളെയിലേക്ക് അവർ നോക്കിയിരുന്നു. നല്ലൊരു ഫ്യൂച്ചർ അവർ കണ്ടിരുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അവർ സ്വപ്നം കണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ, അവരുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാം പിതാവ്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എബ്രായ ലേഖനക്കാരൻ പറയുന്നുണ്ട്, അബ്രഹാം ദൈവം ശില്പിയും പണിക്കാരനുമായി നിർമ്മിച്ച പട്ടണത്തിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ ലക്ഷ്യം ദൈവം പണിത പട്ടണത്തിൽ താമസിക്കുക എന്നുള്ളതായിരുന്നു. അതൊരു വലിയ ആത്മീയ ദർശനമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠിക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ ദർശനം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലക്ഷ്യം എപ്പോഴും നല്ലതിനെക്കുറിച്ച് തന്നെ ആയിരിക്കട്ടെ. ഏറ്റവും നല്ലതായിട്ട് ഒരു കാര്യം മാത്രമേ ലോകത്തിലുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മറ്റേ എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മുടെ ഇന്നത്തെ ലോക്കൽ ഭാഷയെ പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിന് പരിമിതികളുണ്ട്. അതിന് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, ചില മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ചില ഭക്ഷണ സാധനങ്ങൾ അതിൽ കവറിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന ഡേറ്റ് കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയും. പക്ഷേ എല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊന്ന് ഏർപ്പെട്ട് നോക്കി പ്രിയ സഹോദര സഹോദരി, ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് നോക്കി, അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് ലോകാവസാനത്തോളം അതിനെ കൊണ്ട് നടത്തും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും തള്ളിക്കളയുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ഒരു നാളും നമ്മെ തള്ളിക്കളയാത്ത ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് ഈ പകൽക്കാലം ഒന്ന് സമർപ്പിച്ച് കൊടുക്കാമോ? ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവനെന്നാണ് ഒരു പാട്ടുകാരൻ പാടിയത്. നമ്മെ മറന്നു പോകാത്ത, നമ്മെ എന്നും താങ്ങുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി ജീവിതമൊന്ന് ഈ പകൽക്കാലം സമർപ്പിക്കാമോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, അടിയനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നന്മ ചെയ്തിരിക്കുക, ഈ വചനം കേട്ട് നന്മ പ്രാപിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം.
ആരെങ്കിലും കർത്താവിനെ അറിയാതെ സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം അവർ കർത്താവിനെ സ്വീകരിപ്പാനിടയായി തീരട്ടെ. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. സകല മാനവും മഹത്വവും പുഴ്ചയും ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.